കാര്യങ്ങളുണ്ട്. നിങ്ങളെ അവിടെ മജ്ലിസിലായാലും നിങ്ങളെ വീട്ടിൽ നടക്കുന്ന അനാചാരത്തിനായിട്ട് ഞാൻ പ്രതികരിക്കും. അവിടെ നടക്കുന്നത് പക്ക ഫ്രോഡ് പരിപാടി. ഒരുപാട് സ്ത്രീകളെ വെച്ചിട്ട് നിങ്ങൾ കിട്ടുന്ന അനാചാരമാണ്, ആത്മീയ ചൂഷണം നടത്തുന്നത്. ഇസ്ലാം വിറ്റ് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയാണ്. ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും. തങ്ങൾ ഇനി ഞാൻ ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് സമയം ഉണ്ടാവട്ടാന്ന് പറഞ്ഞു. കള്ളൻ നല്ല പെരുങ്കള്ളനായ. നമസ്കാരം. മതത്തിന്റെ മറവിൽ, ആത്മീയതയുടെ മറവിൽ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിൽ പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആറ്റകോയ തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും കാണിച്ചുകൊണ്ട് ഇയാൾ കുറെ കാലമായി തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് ഒരു സ്ത്രീയുടെ പരാമർശം. നിരവധി സ്ത്രീകളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും അതിന് ദൃക്സാക്ഷിയാണെന്നും അതിന് തെളിവ് ഉണ്ട് തൻ്റെ കയ്യിൽ നിന്നുമാണ് ഇവർ പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് ഇതിന് നേരം ഉണ്ടോ? എന്റെ ഒരു വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് നേരം ഇതിന് നേരം ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് എന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് വിഷമങ്ങൾ വന്നിട്ട് നിങ്ങൾ പൈസ നമ്മൾ തരും. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ എത്രയോ മുമ്പ് പേഴ്സണലായിട്ട് അയാൾ എനിക്കൊരു നമ്പർ തന്നു. ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ. അയാൾ ഉള്ളോട്ട് ഞാൻ വരാൻ തയ്യാറാണ്. ഞാൻ എവിടെ വരാൻ തയ്യാറാണ്. എന്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമില്ല. എന്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം എന്റെ അടുത്ത് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ കയ്യിലും അവരെ എനിക്കയച്ച വോയിസുകളൊക്കെ എന്റെ ഫോണിൽ നിന്ന് റിക്കാർഡിക്കല. അത് ഞാൻ കാണിക്കൊണ്ടോട്ട് കാണിക്കും, കൊടുക്കൊണ്ടോട്ട് കൊടുക്കും. ഞാൻ പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരിൽ. അപ്പൊ ഞാൻ തെളിയിക്കും. അയാൾക്ക് അത്ര നട്ടലുള്ള ഒരു ആണാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളെന്ന് ഞാൻ പറയില്ല, തങ്ങളല്ല, അയാൾ ആറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കണേ. അയാളെ ഉള്ളോട്ട് ഞാൻ വരാം. അയാൾ ഇന്റെ തെരഞ്ഞിങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീകൾ എന്റെ കൂടെ ഉണ്ടാവും. തെളിവടക്കം ഞാൻ തരാം. അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താണെന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്ത് കിടാൻ പോകും. കാരണം ഓരോ സ്ത്രീകളും വന്നിനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. യൂസഫ് എന്ന് പറഞ്ഞത് ഒരു ഉസ്താദ്. അതേ പറഞ്ഞാൽ യഥാർത്ഥ തങ്ങൾ കുടുംബത്തിന് പോലും ഇയാളെ പോലെയുള്ള ആളുകൾ നാണക്കേടാണ്. തങ്ങൾ നബിയുടെ പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പ്രവാചകൻ്റെ പിൻഗാമി അല്ലെങ്കിൽ പ്രവാചകൻ്റെ പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പാവം സ്ത്രീകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പാവം സ്ത്രീകൾ ചതിയിൽപ്പെടുത്തുന്നത്. ഇയാൾ സത്യത്തിൽ സ്ത്രീകൾക്ക് ബാധയുണ്ട്, മറ്റു ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളും ഇയാളുടെ കെണിയിലായപ്പെട്ടിട്ടുണ്ട്. നിരവധി പെൺകുട്ടികളാണ് ഇപ്പോൾ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങളെ ഇയാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ആണ് ഇയാളുടെ അടുത്തുനിന്നും പീഡനം അനുഭവിച്ചത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ റംദാൻ മാസത്തിൽ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ചതിയന്മാരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പുണ്യകർമ്മമാണ്. ഇനിയും മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ പേരിൽ ഇത്തരത്തിലുള്ള കള്ളന്മാർ സർവ്വമതങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏത് മതം എടുക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള കള്ളന്മാരുണ്ട്. ഇങ്ങനെയുള്ള കള്ളന്മാരെ പുകത്ത് ചാടിച്ചാൽ മാത്രമേ മതത്തിനൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ, മതത്തിന് നല്ല ഒരു ഗതി ഉണ്ടാവുള്ളൂ. പടച്ചവൻ്റെ പേരും പറഞ്ഞ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് എന്നാണ്. നിരവധി സ്ത്രീകളാണ് ഇവരുടെയൊക്കെ കെണിയിൽപ്പെടുന്നത്. സ്ത്രീകളെയൊക്കെ പലതും പറഞ്ഞ് വശീകരിക്കുന്ന തന്ത്രമാണ് ഇവർ പ്രയോഗിക്കുന്നത്. ഏത് സ്ത്രീയും വന്നാൽ ഇവർക്കൊക്കെ ബാധയുണ്ട് എന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് അവിടെ നിന്നിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. അവരുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. തീർച്ചയായിട്ടും ബാക്കി കൂടി നമുക്ക് കേട്ടു നോക്കാം. പറഞ്ഞത് പിന്നെ ഈ തീരദേശ ഭാഗത്ത്, താനൂർ തീരദേശ ഭാഗത്ത് സൈന എന്ന് പറഞ്ഞൊരു അഡ്മിനാണ് അത്ര ഈ സ്ത്രീകൾ അവിടെ എത്തിച്ചിട്ടുള്ളത്. അവർ എല്ലാ പോക്കിന് പോകുമ്പോൾ 100ഉം 200ഉം അവരെ കയ്യിൽ നിന്ന് വാങ്ങി പോകാറുണ്ട്. ഈ സ്ത്രീകൾ പോയിട്ടില്ലെങ്കിലും വാങ്ങും. അത് അഡ്മിമാരുടെ ശമ്പളം എത്ര ആവും നിങ്ങൾ നോക്കണം. അപ്പൊ ഇങ്ങനത്തെ അഡ്മിമാരാണ് അവർ കൊണ്ടുവന്നത്. പോണവർക്ക് ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം മേത്ത് ബാധയാണ്. അവിടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തം ബാധയാണ്. അപ്പൊ ഇയാൾ തങ്ങൾ പറയുന്നത് ബാധ. അപ്പൊ ഈ ഒരാൾ കൂടെ ഒരാൾ ഇപ്പൊ എന്റെ കൂടെ ഒരാൾ ഞാൻ ഒറ്റ കണക്ക് എന്റെ കൂടെ വേറെ വന്നാൽ ആ ആൾക്കും ബാധയാണ്. ആ ബാധ ഒഴിപ്പിച്ചിട്ടെങ്കിൽ ഇയാൾ ചൂടാവുക എന്നാണ് ആ സ്ത്രീ നിന്നോട് അയച്ച വോയിസ് ഉണ്ട്. ആ വോയിസ് ഞങ്ങൾ കിട്ടിയ വോയിസ് ഇത് കൊടുക്കി ഞാൻ വോയിസ് ഞാൻ ചെയ്തുതരാം. ആ ബാധ ഒഴിപ്പിക്കാൻ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഈ സ്ത്രീയുടെ മേത്ത് റൂഹാനിയാണ് അത്ര കൂടിയിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് കെടുന്ന ചികിത്സ, റൂഹാനി എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ആളെ അതാണ് ആത്മാവാണ് കൂടിയിട്ടുള്ളത്. അപ്പൊ ആ സ്ത്രീന്റെ മേത്ത് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഇരുന്ന് ചികിത്സിക്കുന്നത്. ആ സ്ത്രീയോട് പറഞ്ഞാൽ കേടുന്ന് ചികിത്സിക്കണമെന്ന്. അപ്പൊ ഈ കൊണ്ടുവരാൻ ഞാൻ കേൾക്കൂല, അടിമയും വരണം. അപ്പൊ അടിമയൊക്കെ കുറെ പെണ്ണുങ്ങൾ. അപ്പൊ അടിമയൊക്കെ ഇതിന് കൂട്ടിക്കൊണ്ടുവരാകുമ്പോൾ പെണ്ണിന് പ്രശ്നം ഉണ്ടല്ലോ. അതിന് മയ്യത്ത് കിടത്തുന്ന മാതിരി പെണ്ണിന് എന്തൊക്കെ ചെയ്ത് അതിന് അവളേക്ക് വാങ്ങിയത് 2800 രൂപ. അതൊക്കെ പെണ്ണ് വോയിസ് പറയുന്നുണ്ട്. ഈ പൈസ വാങ്ങി അവൾ അന്ന് ഇറങ്ങിയതാണ് അത്ര അവിടുന്ന്. എനിക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സ വേണ്ടിട്ട് ഇറങ്ങി ഇയാൾ പറഞ്ഞത്ര ഈ തങ്ങള് ഈ പിന്നെ ആറ്റാന്ന് പറഞ്ഞ തങ്ങളും പിന്നെ വേറെ തായും എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവൻ പറഞ്ഞാൽ എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെ. ആ കുട്ടിയുടെ വോയിസിന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് ഭർത്താവ് ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് എന്നും ഇവിടെ വന്നൂടെ വെച്ച് ഇവർക്ക് ഫോൺ നമ്പർ കൊടുത്തു. ഇവരെന്താ പറഞ്ഞ ഫോൺ നമ്പർ കൊടുക്കണില്ലാന്നോ? ആ കുട്ടീന്റെ ആ കുട്ടി അതിന്റെ ശേഷം ഒരുപാട് ടീം എനിക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പോരാ. ഈ പെൺകുട്ടിനോട് പറഞ്ഞു ഞാൻ വരാം, ഞാൻ നിങ്ങൾ എവിടെ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ വരാം, ഞാൻ എൻ്റെ വോയിസ് കൊടുത്തോളാം. അപ്പൊ ഞാൻ ആറ്റാന്ന് പറഞ്ഞ ഈ ആമിദ് എന്ന് പറഞ്ഞ വ്യക്തിയോട് വീണ്ടും പറയണേ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണം. നിങ്ങൾ എവിടേക്കാ വിളിക്കി? ഞാൻ ഒറ്റയ്ക്ക് വരാം. എൻ്റെ കൂടെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങൾ തെളിയിക്കാൻ വിളിക്കി. ഞാൻ വെല്ലുവിളിക്കണം. പിന്നെ നിങ്ങളെടുക്ക് ഞാൻ ദാരിദ്ര്യത്തിന് അരി വാങ്ങാൻ വന്ന ആളല്ലേ. ഒരു 4 ചാക്ക അരി വാങ്ങിച്ചോളി. കാരണം എനിക്കും ആണല്ലോ ജീവിക്കുക. ജമീലുലേക്ക് എന്ന് പറഞ്ഞാൽ ഇയാൾ അറിയപ്പെട്ട് ജമീലുകാർ പത്രസമ്മേളനം നടത്തിയാണ്ട് കുറച്ച് വെച്ച് പുറത്ത് കിട്ടും. അവർക്ക് ആ ജമീലുലേക്ക് തങ്ങന്മാർ വരെ എനിക്ക് വിളിച്ചിട്ടുണ്ട് ഇന്നൊക്കെ ആയിട്ട്. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾ എന്തിനും ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ഇതാക്കിക്കോളി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും പറയാണ്, ഇയാളെ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരുപാട്
എന്തിനും പോന്നുകൊണ്ട് ഈ സ്ത്രീ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിരവധി സ്ത്രീകൾ ഇയാളുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീയും ഇയാളുടെ കെണിയിൽ പെടരുത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഒരു തങ്ങൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആളുകളെ പറ്റിക്കുന്നത്. എന്നാൽ ഇയാൾ വ്യാജനായ തങ്ങളാണെന്നാണ് പറയുന്നത്. തങ്ങളാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇയാളുടെ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇയാളുടെ ബാബയോ ഉപ്പയോ ഉമ്മയോ അവരെക്കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതെല്ലാം വ്യാജമാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചില തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട്. നിരവധി സ്ത്രീകൾ ഇവരുടെ കൂടെ വരികയാണ്. ഈ റംസാൻ മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു കള്ളനെ, ചതിയനെ, വ്യാജനെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചാൽ അതെൻ്റെ പുണ്യമാണ് എന്നാണ് ഈ താത്തയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. വളരെ ശരിയായ കാര്യമാണ്. ഇത്തരത്തിൽ വ്യാജന്മാരായ ആത്മീയതയുടെ മറവിൽ നിരവധി ആളുകൾ വ്യാജന്മാരുണ്ട്. അതിനെ തിരിച്ചറിയുകയും അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കാം, പടച്ചോനെ വിശ്വസിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ കണിയിൽപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പല സ്ത്രീകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ദുർബലമായ മനസ്സിനെ ആളുകൾ ഇത്തരത്തിലുള്ള വ്യാജന്മാർ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് എല്ലാ മതത്തിലുമുണ്ട്. ഏത് മതമെടുത്താലും അതിലൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള വ്യാജന്മാർ. ഇങ്ങനെയുള്ള വ്യാജന്മാർക്കെതിരെ ശക്തമായി ഇതുപോലെയുള്ള സ്ത്രീകൾ പ്രതികരിച്ച പോലെ വരണം. ഇവരൊരു മാതൃക തന്നെയാണ്. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു.